സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവജാലങ്ങൾക്കുള്ള ഭീഷണിയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി ആഴക്കടൽ നീന്തൽ പര്യവേക്ഷണം നടത്തിയിരിക്കുകയാണ് ചെന്നൈ ബേസ്ഡ് സ്ക്യൂബ ഡൈവർ അരവിന്ദ് തരുണശ്രീയും മക്കളും. ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങിയ നീന്തൽ ഇന്ത്യയിലാണ് അവസാനിച്ചത്. അരവിന്ദിനോടൊപ്പം 9 വയസ്സുള്ള മകൾ താരകൈ ആരാധനയും 7.5 വയസ്സുള്ള നിവ്ഷിക്കും നീന്തലിനായി ഇറങ്ങി. സമുദ്ര പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക എന്ന ലക്ഷ്യത്തോടെ മൂവരും നീന്തി 11.5 മണിക്കൂറിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി. ഏപ്രിൽ 3 പുലർച്ചെ 2:30 ശ്രീലങ്കയിലെ തലൈമന്നാറിൽ നിന്ന് നീന്തൽ ആരംഭിച്ച് 11.5 മണിക്കൂറിനുള്ളിൽ ധനുഷ്കോടിയിലെത്തി. ബോട്ടിലോ മറ്റു സർവീസുകളിലോ ഒന്നും തന്നെ ബ്രേക്ക് എടുത്ത് നിൽക്കാതെ കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം അവർ വീണ്ടും നീന്തുകയായിരുന്നു. റെക്കോർഡ് ബുക്കുകളിൽ പ്രവേശിക്കുക എന്നതല്ലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നാളിതുവരെ ഗുരുതരമായ പ്രശ്നമായ സമുദ്ര പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഇത്. എല്ലാ വർഷവും ഇത് ചെയ്യാൻ ഞങ്ങൾ പദ്ധതിയിടുന്നുണ്ട് എന്ന് അരവിന്ദ് പറഞ്ഞു. ഈ നീന്തൽ പര്യവേക്ഷണത്തിനിടയിൽ 6 കിലോ പ്ലാസ്റ്റിക്കുകൾ അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്.